സംവിധായകൻ, അതിൽ മുൻനിര സംവിധായകൻ എന്ന് തന്നെ അറിയപ്പെട്ടിരുന്ന മോഹൻ ഇന്ന് രാവിലെയോടുകൂടിയാണ് വിടവാങ്ങിയിട്ടുള്ളത്. അദ്ദേഹം കൊച്ചിയിലെ വിടവാങ്ങിയത് അതിന്റെ കാരണങ്ങൾ മറ്റ് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ജീവിത പശ്ചാത്തലം എല്ലാം കമലേഷ് പറയേണ്ടതുണ്ട്. അതിനു മുൻപ് ചലച്ചിത്ര മേഖലയിലെ വർഷങ്ങൾ പഴക്കമുള്ള അനുഭവ സമ്പത്തുള്ള ചലച്ചിത്ര പ്രേക്ഷകനായ, ചലച്ചിത്ര നിരൂപകനായ, എഴുത്തുകാരനായ, ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ ബൈജു ചന്ദ്രൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. എം മോഹൻ്റെ ഈ വേർപാടിൻ്റെ ഈ നിമിഷം എന്ന് പറയുന്നത് ഒരു പക്ഷേ താങ്കളെ സംബന്ധിച്ചിട്ട് 80കളിലേക്ക് 90കളിലേക്ക് അക്കാലങ്ങളിൽ എം മോഹൻ ഉണ്ടാക്കിയ എന്ന് ചലച്ചിത്ര നിരൂപകരും പ്രേക്ഷകരും തന്നെ പറയുന്ന പൊതുതരംഗത്തിൻ്റെ ഓർമ്മകളിലേക്ക് താങ്കളെ കൊണ്ടുപോയിട്ടുണ്ടാവാം. എങ്ങനെയാണ് ആ ഓർമ്മ? അല്ല, നമ്മള് ഞങ്ങളുടെ കൗമാര യൗവന കാലഘട്ടത്തിലെ സിനിമകളാണ് മോഹൻ്റെത്. മോഹൻ എന്ന് പറയുന്ന ഒരൊറ്റപ്പെട്ട ആളല്ല, അതൊരു ടീമാണ്. ടീം എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ സിനിമയിൽ പുതുതായി ഉയർന്നു വന്ന ഒരു പ്രതിഭകളുടെ മൂന്ന് പ്രതിഭകൾ, അല്ലെങ്കിൽ നാല് പ്രതിഭകൾ എന്ന് പറയാം. പത്മരാജൻ, ഭരതൻ, KG ജോർജ്, മോഹൻ. അപ്പൊ ഇവർ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതുവരെ നിലവിലുണ്ടായിരുന്ന ഒരു മലയാള സിനിമയുണ്ട്. അത് സാഹിത്യാധിഷ്ഠിത ഒരു ചലച്ചിത്രങ്ങളിലൊക്കെ വേണമെങ്കിൽ പറയാവുന്ന സേതുമാധവൻ, വിൻസെന്റ്, PN മേനോൻ, P ഭാസ്കരൻ, രാമുകാരായിട്ട് അങ്ങനെയുള്ള വലിയ ഫിലിം മേക്കേഴ്സ് ഒരു ഭാഗത്തും, ശശികുമാർ, KB രാജ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള IV ശശി, തീർച്ചയായിട്ടും IV ശശിയെ പോലുള്ള കമേഴ്ഷ്യൽ സിനിമയിൽ വലിയൊരു സാന്നിധ്യമായിരുന്നു. അപ്പൊ അവിടെയാണ് ഇവരുടെ കടന്നുവരവ്. അതിനകത്ത് മോഹൻ പ്രത്യേകിച്ച്, മോഹന്റെ സിനിമയെ ഒറ്റ വാചകത്തിൽ വിശേഷിപ്പിക്കാൻ വളരെ സൗമ്യം എന്ന് പറയാം. വളരെ സൗമ്യമായ, ഒറ്റപ്പാടൊന്നും ഉണ്ടാക്കാത്ത ചിത്രങ്ങളായിരുന്നു. അതിനകത്ത് വളരെ നിറക്കൂട്ടൊന്നും ഉണ്ടാവില്ല. ഏറ്റവും രണ്ട് പെൺകുട്ടികൾ മാതിരി ഒരുപക്ഷെ ഇന്ന് വളരെ സാധാരണമെങ്കിലും അന്ന് വളരെയധികം വിവാദമായ, അത് നോവൽ തന്നെ വളരെ വിവാദമായിരുന്നു. അത്തരം ഒരു സബ്ജക്റ്റ് ചിത്രത്തിൽ കൊണ്ടുവരുമ്പോൾ പോലും മോഹന്റെ ഫിലിമിൽ ഒരു ഒരു ഫാമിലി ഓഡിയൻസിന് ഒരുമിച്ചിരുന്ന് കാണാവുന്നതല്ലാത്ത ഒരു മൊമെന്റ് പോലും ഉണ്ടാവില്ല. അത് ആ സട്ടിലിറ്റിയാണ് മോഹന്റെ സിനിമകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അത് വികാര തീവ്രതയല്ല, വികാരത്തിന്റെ ഒരു തരം വളരെ കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു അവതരണമായിരുന്നു. അതാണ് മോഹന്റെ ആ കാലത്തെ, പ്രത്യേകിച്ച് ശാലിനി എന്റെ കൂട്ടുകാരി എന്നൊക്കെ പറയുന്ന പല കാരണങ്ങൾ കൊണ്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ്. ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമ വിട പറയും മുമ്പേ. അതൊക്കെ ആ സിനിമകളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന അതിനകത്തെ അഭിനേതാക്കൾ തീർച്ചയായിട്ടും അവരൊക്കെ, ശോഭയോ നെടുമുടി വേണുവോ പ്രേം നസീറോ ഒക്കെ അതിന് കാരണക്കാരാണെങ്കിൽ പോലും മോഹൻ എന്നുള്ള സംവിധായകൻ അതിന്റെയൊക്കെ മുകളിൽ വളരെ കൈച്ചരട്, അതിന്റെ ചരട് മുഴുവൻ തന്റെ കൈകളിൽ ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിച്ച ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് അവിടെ നിൽപ്പുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തോടുള്ള ആദരവ് എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ ഇന്നത്തെ ഈ ഒരു മധ്യാഹ്നത്തിൽ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇരിക്കുന്ന പ്രേക്ഷകർക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് കാണേണ്ടത്, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടും കാണേണ്ടത്, എത്ര ഭാവുകത്വം മാറിയാലും ഇപ്പോഴും കാണാൻ കഴിയുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന, താങ്കൾക്ക് നിർദ്ദേശിക്കാവുന്ന ഒരു ചിത്രം ഏതാണ്? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം മോഹന്റെ ഫിലിം എന്ന് പറയുന്നത്, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ശോഭ നായികയായിട്ട് അഭിനയിക്കുന്ന ശാലിനി എന്റെ കൂട്ടുകാരിയാണ്. അതിന്റെ പ്രത്യേകത വളരെ ശോഭ അഭിനയിച്ചു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ആ സിനിമ, പത്മരാജന്റെ സ്ക്രിപ്റ്റ്, ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു കൗമാരപ്രായക്കാരെയും ക്യാമ്പസ് പ്രണയം ഒക്കെ അതിനകത്ത് വളരെ ഇങ്ങനെ, അതിന്റെ പാട്ടുകൾ, പല കാരണങ്ങൾ കൊണ്ടും ശാലിനി എന്റെ കൂട്ടുകാരി തന്നെയാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം. പക്ഷെ അതോടൊപ്പം തന്നെ മത്സരിച്ച് നിൽക്കുന്ന ചിത്രമാണ് വിട പറയും മുമ്പേ. വിട പറയും മുമ്പേയും ഇതേപോലെ തന്നെ വളരെ ഒരു ട്രാജഡിയാണ്, ഒരു ദുരന്തമാണ്. ഇന്നത്തെ കാലത്ത് ദുരന്ത ചിത്രങ്ങളൊന്നും ഇറങ്ങാറില്ല, അന്നങ്ങനെ ആയിരുന്നില്ല. ഈ നായകനോ നായികയോ ഒക്കെ മരിക്കുന്നതൊക്കെ ചിത്രീകരിക്കുന്ന സിനിമകളൊക്കെ വളരെ കാലം എന്താ പറയുക, തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന ഒരു കാലഘട്ടമായിരുന്നത്. നമുക്കെല്ലാം ഫീൽ ഗുഡ് ആയിരുന്നില്ല അന്ന്. അപ്പോ ആ സിനിമകൾ രണ്ടെണ്ണം ഞാൻ പ്രത്യേകം എടുത്തു പറയും. മാത്രമല്ല അതിനകത്ത് നമുക്ക് മോഹൻ ഇടവേള എന്നുള്ള ചിത്രമൊക്കെ ഒരു കൗമാരപ്രായക്കാരെ ഇത്രയും എന്താ പറയുക, വളരെ സട്ടിലായിട്ട് ആ കൗമാരപ്രായക്കാരുടെ മനസ്സ് ചിത്രീകരിച്ചൊരു സിനിമ ഇടവേള പോലെ ഒരു സിനിമ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു 3-4 സിനിമകൾ ഇതേപോലെ പെട്ടെന്ന് പറയാനാണെങ്കിൽ ഞാൻ ഓർത്ത് പറയും. ആലോലം ഒരുപക്ഷെ ആ കൂട്ടത്തിൽപ്പെടുന്നതാണ്. അങ്ങനെയുള്ള പല ചിത്രങ്ങളും ആ ഒരു ടീമിന്റെ, മോഹൻ ജോൺ പോൾ അല്ലെങ്കിൽ മോഹൻ പത്മരാജൻ, നെടുമുടി വേണുവും ഗോപിയും